ഞങ്ങൾ രണ്ടും അപ്പോഴത്തെ അസ്തമിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും അറിയത്തില്ല. കണ്ടിട്ടില്ല. എന്തായാലും നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ വിട്ടാൽ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി ആസൂത്രണം ചെയ്തത്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം എന്തായാലും. ദാണ്ട് ഇവരിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സ് വിചാരിക്കും ഇവൻ ഈ പാമ്പ് പിടുത്തം മാത്രമേ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയായപ്പോൾ മെമ്പർ ബദറുദ്ദീൻ്റെ ഫോൺ കോൾ വരുന്നു. പട്ടാഴി പുളിമൂട് ജംഗ്ഷന് സമീപം ഒരു പെരുമ്പാമ്പിനെ കിട്ടിയെന്ന്. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി കഴിക്കാനുള്ള ചോറ് വിളമ്പി വെച്ചതും പെട്ടെന്നെടുത്ത് 2-3 ഉരുള കഴിച്ച് ഇവിടുന്ന് ഞാൻ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നേരെ പുളിമൂട് ജംഗ്ഷനിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം കുറച്ച് ആളുകളൊക്കെ അവിടെ പരിസരത്തുള്ളവർ നിപ്പുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായ മനോജ്, കേശവൻ, സജീവ്, രാജേഷ്, അനില് തുടങ്ങിയവരൊക്കെ ആ സ്ഥലത്തുണ്ട്. ഉടൻ തന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പട്ടാഴിയിലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമൊക്കെ ആയ മനു മീനത്തിനെ ആദ്യമേ വിളിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം പട്ടാഴിയിലെ പെരുമ്പാവ് വന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ആ വീട്ടുകാരെ ആദ്യമേ വിളിക്കുന്നത് ഈ മനുചേട്ടനാണ്. മനുചേട്ടന് അവർക്ക് നമ്പർ അറിയാം. അങ്ങനെ മനുചേട്ടൻ്റെ ഇന്ന് നമ്പർ എടുത്തു. ആ സ്ഥലത്ത് നിന്ന് ഫോറസ്റ്റ് ഓഫീസിലോട്ട് വിളിച്ചു. ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, പട്ടാഴി വലിയ സ്ഥലം പുളിമൂട് ജംഗ്ഷനിൽ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ മെമ്പർ സജീവ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ബദറുദ്ദീൻ പറഞ്ഞു, സജീവ് മെമ്പറിനെ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സജീവ് മെമ്പർ വിളിച്ചു പറഞ്ഞു, ഞാനും വിളിച്ചു പറഞ്ഞു, ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും അവരിറങ്ങി എന്ന് പറഞ്ഞു. വരുന്ന വഴി പത്തനാപുരത്ത് എവിടെയോ ആന ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെയും കയറിയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു താമസം ഉണ്ടെന്ന് പറഞ്ഞു. മണി 11 ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ സമയത്താണ് ഈ പാമ്പിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഇതിൻ്റെ പരിസരവാസികൾ സംസാരിക്കുന്നത്. അയ്യോ, നല്ലപ്പെടുത്ത സംഭവമാണ്. വീഴാതിരുന്ന കാര്യമായി. ഞങ്ങൾ രണ്ടും അപ്പോഴത്തെ അസ്തമിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും അറിയത്തില്ല. കണ്ടിട്ടില്ല. അതുപോലെ കിടക്കുന്ന നമ്മുടെ മുറ്റത്തെ ചരല് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്തുവാന്ന് ഒന്നും നമുക്ക് പിന്നെ അതിന് ഒന്നും അറിയത്തില്ല. എവിടാന്ന് നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഈ ഫോണിലിപ്പോൾ മോൻ ചോദിക്കുന്ന എന്തുവാമേ അതുപോലും കാണിക്കാൻ പറ്റിയില്ല. ഒന്നും പറ്റുന്നില്ലായിരുന്നു. 9:15 സമയമായപ്പോൾ ഞാൻ വെളിയിലോട്ട് കേട്ടടക്കാൻ ചെല്ലി ഇങ്ങോട്ട് വന്ന വഴിക്കാണ് ഇതിലേക്കൂടെ ഇഴഞ്ഞ് അങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ മനസ്സിലായി പാമ്പാന്ന് മനസ്സിലായപ്പോൾ ആദ്യം എനിക്ക് തോന്നി ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചൊന്നുകൂടെ നോക്കിയപ്പോൾ കണ്ടാ ഇഴഞ്ഞ് അങ്ങോട്ട് തന്നെ പോവാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒരു വടി കൊണ്ടുവന്ന് തന്നെ അവനെ പതുക്കെ ഇങ്ങോട്ട് മാറ്റി, അങ്ങോട്ട് പോകാതെ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് മനോജിനെ വിളിച്ചിട്ട് മനോജ് ഞങ്ങളുടെ ഇവിടെ നോക്കി നിൽക്കുമായിരുന്നു ഇത്രയും സമയം. പെരുമ്പാമ്പ് കണ്ട മനസ്സിലായി. ഉറങ്ങാൻ വരുമായിരുന്നു കേട്ടോ. മെമ്പർ ഞാൻ അവിടെ ഇന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു, ഇച്ചിരി നേരത്തെ ഇന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വീടിൻ്റെ ഉടനെ ആലീസ് നമ്മളെ വിളിച്ച് നമ്മൾ ഓടി വന്ന ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ ഉടനെ വരാമെന്ന് പറഞ്ഞില്ലെങ്കിലും ഇച്ചിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെ പ്രതീക്ഷ നമ്മൾ ജനിക്കുമല്ലോ. ഇവിടെ 12:30 ആയില്ലയോ, ഒരു 10-10:30 കാണും നമുക്ക് ഇവിടെ വന്നിട്ട്. ഇവർ 9:50 കണ്ടു, എന്നെ വിളിച്ച് ഞാനൊരു 10-10:15 ഇവിടെ എത്തി. എന്തായാലും നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ വിട്ടാൽ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി ആസൂത്രണം ചെയ്തത്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം എന്തായാലും. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പരിസര പ്രദേശത്തെ ഇത്രയും വലിയൊരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് ഒരു അതിശയമാണല്ലോ. മാത്രമല്ല നമ്മുടെ ഈ വീടിൻ്റെ ഉടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വിഷമം മാറിയില്ലേ, പാമ്പിനെ കണ്ടിട്ടില്ലെന്നുള്ള വിഷമം മാറി. അതുപോലെ തന്നെ ഫോറസ്റ്റുകാരെ പാമ്പിനെ പിടിക്കുന്ന കണ്ടിട്ടില്ല. അതെ, എല്ലാം ഇപ്പം ഇന്ന് കാണാം. അപ്പം ഇപ്പം തന്നെ കാണാം. പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് നേരെ ഇത് ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ പിടിക്കാൻ നോക്കിയപ്പം ആദ്യമേ ഈ പാമ്പ് കയറി ഒരു പൊത്തിലേക്ക് പോയി. അവസാനം ഈ പാമ്പ് കിടന്ന സ്ഥലത്തിൻ്റെ അതിരിലുള്ള കല്ലുകളൊക്കെ മാറ്റിയിട്ട് ഈ പാമ്പിനെ പുറത്തെടുക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ ഈ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി. അപ്പോഴും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഫോറസ്റ്റ് ഓഫീസർമാർ വരുന്ന വഴിക്ക് പത്തനാപുരത്ത് കാട്ടാന ഇറങ്ങി എന്ന് പറഞ്ഞ് അവിടെയുള്ള സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി പത്തനാപുരത്ത് വേറൊരു പെരുമ്പാമ്പുണ്ടെന്ന് പറഞ്ഞ് അവിടെയും കയറി ആ പെരുമ്പാമ്പിനെ പിടിച്ചുകൊണ്ടാണ് അവർ പട്ടാഴിയിലേക്ക് വന്നത്. അങ്ങനെ പട്ടാഴി വന്ന് ഇവിടെയും വന്നിട്ട് ഇവർ പോകുമ്പം സമയം 12:45. അതായത് പാതിരാത്രി 12:45
പട്ടാഴിയിലെ ഈ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇവരിനി പോകുന്നത്. ഇനിയും രാത്രി പല കോളുകളും ഇവർക്ക് വരും. അപ്പോൾ ഇത് കാരണം അവരുടെ ഈ കഷ്ടപ്പാടൊക്കെ ആളുകൾ അറിയണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോയ്ക്ക് വന്ന് കമൻ്റ് അടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. ഇങ്ങനെയല്ല പാമ്പിനെ പിടിക്കുന്നത്, അങ്ങനെയാണ് പിടിക്കുന്നത്, ഇതാണോ നീ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത് എന്നൊക്കെ കുറേ ചേട്ടന്മാർ വരും. അവരോടൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ വീഡിയോ കാണുക, ഇങ്ങനെ കമൻ്റ് അടിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് ഇട്ട് തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.